ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കെമിസ്ട്രിയുടെ പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന റിസോഴ്സസിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ബുക്സ് എന്ന് മാത്രം പറയുന്നില്ല. അതായത് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ടോട്ടൽ റിസോഴ്സസ് ഏതൊക്കെയാണ്, അതിലേറ്റവും നല്ലത് ഏതാണ്, എന്തൊക്കെയാണ് നമ്മൾ റിസോഴ്സസ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. കെമിസ്ട്രിയുടെ പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ പ്രിപ്പറേഷൻ പാർട്ടിനെ ഞാൻ പ്രധാനമായിട്ടും 5 സ്റ്റെപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ടീച്ചറുടെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു കോച്ചിൻ്റെ അടുത്ത് നിന്ന് കൺസെപ്റ്റ്സ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ലെക്ചേഴ്സ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്, അല്ലേ? രണ്ടാമത്തെ ഒരു പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ലെക്ചേഴ്സ് അറ്റൻഡ് ചെയ്തതിൻ്റെ ശേഷം തിയറി നമ്മൾ സ്വന്തമായി പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വ്യത്യസ്ത റിസോഴ്സസ് ഉണ്ടാവും. അതുപോലെ ലെക്ചർ കേൾക്കുന്നതിനും വ്യത്യസ്ത സോഴ്സസ് ഉണ്ടാവും, അല്ലേ? ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുന്നത് സ്ഥിരമായി അല്ലെങ്കിൽ ഡെയിലി നമുക്ക് ചെയ്യുന്ന പ്രോബ്ലംസ് ഉണ്ടാവും. അതുപോലെ തന്നെ ലെവൽ 2 ക്വസ്റ്റ്യൻസും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇനി വേറൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിവിഷനാണ്. അതായത് നമ്മുടെ തിയറിയും നമുക്ക് ഫുള്ളായിട്ട് റിവൈസ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും റിവൈസ് ചെയ്യണം. പിന്നെ ഒരു സ്റ്റെപ്പാണ് എക്സാംസ് എന്നുള്ളത്. അങ്ങനെ 5 സ്റ്റെപ്പാണ് പ്രധാനമായിട്ടും നമ്മുടെ പ്രിപ്പറേഷനിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ 5 സ്റ്റെപ്പിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങൾ സെൽഫ് സ്റ്റഡിയൊക്കെ നടത്തുന്ന ആളുകളാണെങ്കിൽ, ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് പഠിക്കുന്ന ആളുകളാണെങ്കിൽ, നിങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്രദമാകുന്ന രീതിയിലുള്ള അതിനൊരു സ്ട്രാറ്റജിയാണ് ഞാൻ പറയുന്നത്. അപ്പം പൂർണ്ണമായിട്ട് കേൾക്കുക, പൂർണ്ണമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ആദ്യത്തേത് ലെക്ചേഴ്സാണ്, അല്ലേ? നമ്മുടെ ഇടയിൽ ഒരുപാട് ടൈപ്പ് ആളുകളുണ്ടാവും. അതായത് +1 വരുന്ന 10ാം ക്ലാസ് കഴിഞ്ഞ് +1 വരുന്ന കുട്ടികളുണ്ടാവും. അതേ സമയത്ത് കൺസെപ്റ്റ്സൊക്കെ നന്നായിട്ട് ഏകദേശമൊക്കെ അറിയാവുന്ന, തിയറിയൊക്കെ ഏകദേശമൊക്കെ അറിയാവുന്ന റിപ്പീറ്റേഴ്സ്, റിപ്പീറ്റേഴ്സിനെ പോലത്തെ ആളുകളും ഉണ്ടാവും. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടത്, +1കാരും +2കാരും ഒക്കെ ആണെങ്കിൽ നിങ്ങൾ നമ്മുടെ ലെക്ചേഴ്സ് പൂർണ്ണമായിട്ട് കാണാം. അതായത് ഒരു പാർട്ടും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് നീറ്റിൻ്റെ ഫുൾ തിയറി കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫുള്ളായിട്ട് കാണണം, അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. അതേ സമയത്ത് റിപ്പീറ്റേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തിയറി പാർട്ടിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സെലക്റ്റഡ് പാർട്ട് മാത്രം ലെക്ചേഴ്സ് വാച്ച് ചെയ്താൽ മതി. ആ ഭാഗം മാത്രം നിങ്ങൾക്ക് സംശയമുള്ള ഏതെങ്കിലും കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ മാത്രം കണ്ടാൽ മതി. അപ്പോൾ അതാണ് ഒന്നാമത്തെ പാർട്ട്. ഇനി രണ്ടാമത്തെ പാർട്ട് തിയറി പഠിക്കുക എന്നുള്ളതാണ്, അല്ലേ? അതിന് നമുക്ക് പ്രത്യേകിച്ച് കെമിസ്ട്രിയിൽ നമുക്ക് NCERT നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ NCERT നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. രണ്ടാമത്തേത്, നമ്മൾ ലെക്ചർ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ലെക്ചറിൻ്റെ നോട്ട് നമ്മളെ കയ്യിലുണ്ട്. ഇപ്പോൾ NCERTൻ്റെ പെരിഫറി കവർ ചെയ്യുന്ന രൂപത്തിലായിരിക്കും നമ്മുടെ നോട്ട്സ് ഉണ്ടാവുക. അതുപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള കൺസെപ്റ്റ്സൊക്കെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഹാൻഡ് റിട്ടൺ നോട്ട്സും അതിലുണ്ടാവും. അതുപോലെ പിക്ചേഴ്സും ഡയഗ്രാംസൊക്കെ കൺസെപ്റ്റ്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? NCERT ഉപയോഗിക്കുക, അതുപോലെ തന്നെ നമ്മുടെ നോട്ട്സും ഉപയോഗിക്കാം. ഇനി മൂന്നാമത്തെ പാർട്ടാണ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള പാർട്ട്, അല്ലേ? അപ്പോൾ രണ്ടാമത്തെ പാർട്ട് നമ്മൾ NCERTയും അതുപോലെ തന്നെ നമ്മുടെ ലെക്ചർ നോട്ടും ഉപയോഗിച്ച് ചെയ്തു. NCERT മസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് ചെറിയ രൂപത്തിൽ ഒന്നുകൂടി നിങ്ങളുടെ കൺസെപ്റ്റ്സ് ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ തിയറി സ്ട്രോങ് ആക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നോട്ടിൻ്റെയും അതുപോലെ തന്നെ NCERTൻ്റെയും പുറമെ ഏതെങ്കിലും ഒരു ബുക്ക് തിയറിക്ക് വേണ്ടിയിട്ട് ഫോളോ ചെയ്യാവുന്നതാണ്. പ്രൊവൈഡഡ് ദാറ്റ് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം നിങ്ങളുടെ സമയം നിങ്ങൾ വെറുതെ വേസ്റ്റ് ആക്കുന്നില്ല എന്നുള്ളത്. കാരണം നമ്മൾ ഒരുപാട് തിയറി വായിച്ചിട്ട് നമ്മളെ സമയം നഷ്ടപ്പെടുത്താൻ പാടില്ല, പ്രത്യേകിച്ച് റിപ്പീറ്റേഴ്സൊക്കെ ആണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് അത്തരം ഒരു ബുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. OP ടണ്ടൻ പോലെ അല്ലെങ്കിൽ RK ഗുപ്ത പോലത്തൊക്കെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ബുക്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത പാർട്ടാണ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള പാർട്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന ബുക്സ് സെലക്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതായത് 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മൾ ഓരോ കൺസെപ്റ്റ് ബേസിക്സ് ക്ലിയർ ചെയ്ത് പോകുമ്പോഴും ആ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ബേസിക് ലെവലിലുള്ള അല്ലെങ്കിൽ ലെവൽ 1ലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അതിനൊരു റിസോഴ്സസ് നമ്മളെ കയ്യിൽ വേണം. അത് നമുക്ക് DPP എന്ന് പറയാം, അതല്ലെങ്കിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് സോൾവിങ് ബുക്ക് എന്നോ എന്ത് വിളിച്ചാലും ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ഇല്ല. നമ്മൾ ഓരോ ദിവസവും കവർ ചെയ്യുന്ന ടോപ്പിക്കിൽ സെയിം സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു റിസോഴ്സ് നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതിൻ്റെ പുറമെ നമ്മൾ ചാപ്റ്ററൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പം നമുക്ക് എന്ത് ചെയ്യണം?
ലെവൽ 2 ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഒരു റിസോഴ്സും നമ്മളെ കയ്യിൽ വേണം. അപ്പോൾ ചിലപ്പം ചില ബുക്സിലൊക്കെ ഈ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ലെവൽ 1 ഉണ്ടാവും, അതുപോലെ അതിൻ്റെ ശേഷം ഒരുപാട് ലെവൽ 2 ക്വസ്റ്റ്യൻസും ഉള്ള ബുക്സ് ഉണ്ടാവും. ചില ബുക്സിൽ റാൻഡമായിട്ട് ഒരു ചാപ്റ്ററിൻ്റെ ഹെഡിങ് കൊടുത്തിട്ട് ടോട്ടൽ ക്വസ്റ്റ്യൻസ് അതിലുണ്ടാവും. അപ്പോൾ നമുക്ക് ഏത് ടോപ്പിക്കിലാണ് ഏത് ലെവലാണ് എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ഉള്ള അതുപോലെ ലെവൽ വൈസ് കാറ്റഗറൈസേഷനുള്ള ഏതെങ്കിലും ഒരു ബുക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിലിപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് ബുക്സ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഫിസിക്കൽ കെമിസ്ട്രി ആണെങ്കിൽ എൻ അവസ്ഥയുടെ ഫിസിക്കൽ കെമിസ്ട്രി ഉണ്ട്. പ്രോബ്ലംസ് ഇൻ കെമിസ്ട്രി എന്ന് പറയുന്ന ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്ന എന്താണ് എൻ അവസ്ഥയുടെ നരേന്ദ്ര അവസ്ഥയുടെ ബുക്ക്. അപ്പോൾ അതിലൊരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾ ഏതെങ്കിലും ബുക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ ടോപ്പിക് വൈസ് ആൻഡ് ലെവൽ വൈസ് കാറ്റഗറൈസേഷൻ ഉണ്ടെങ്കിൽ അത് മതി. നിങ്ങളതിൽ ഒരുപാട് ടെൻഷനായിട്ട് അല്ലെങ്കിൽ കൺഫ്യൂഷനായിട്ട് നമ്മൾ ഈ ഇയർ ലോങ്, അതായത് ഇയർ കഴിയുന്നത് വരെ നമുക്കതിൻ്റെ ടെൻഷൻ തന്നെ ആയിരിക്കും. അപ്പം ഏത് ബുക്കാണെങ്കിലും ടോപ്പിക് വൈസ് ക്വസ്റ്റ്യനും ലെവൽ വൈസ് ക്വസ്റ്റ്യനും ഉണ്ടെങ്കിൽ അത് മതി. ഇനി നിങ്ങളെ ലെവൽ വൈസ് കാറ്റഗറൈസേഷൻ ഇല്ല എങ്കിൽ, അതായത് ഒറ്റ ലെവൽ മാത്രമേ ഉള്ളൂ, ഒരു ടോപ്പിക് വൈസ് മാത്രമേ ഉള്ളൂ എങ്കിൽ വേണമെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെയുള്ള ബുക്സ് നിങ്ങൾക്ക് ലെവൽ 2 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. അതും നീറ്റിൽ ഒരുപാട് ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. പക്ഷേ എങ്കിലും നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടൈമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൽ താല്പര്യമുണ്ട് എങ്കിൽ ലെവൽ 2 ക്വസ്റ്റ്യൻസ് ഉള്ള ഏതെങ്കിലും ബുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അത്തരം ഒരു ബുക്കാണ് ഞാനിവിടെ സജസ്റ്റ് ചെയ്തത്. ഒരുപാട് ബുക്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, നരേന്ദ്ര അവസ്ഥയുടെ ഫിസിക്കൽ കെമിസ്ട്രീൻ്റെ ബുക്ക്. ഇനി രണ്ടാമത്തെ, അപ്പം ഇതിലിപ്പോൾ നമ്മൾ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസും ചെയ്യുന്നുണ്ട്, അതുപോലെ ലെവൽ വൈസ് ക്വസ്റ്റ്യൻസും ചെയ്യുന്നുണ്ട് അല്ലേ. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അന്ന് തന്നെ ആ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഏത് ബുക്കാണോ ഫോളോ ചെയ്യുന്നത് അതിൽ നിർബന്ധമായിട്ടും ഫുള്ളായിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ കവർ ചെയ്യണം. അതിപ്പോൾ നമ്മൾ ലെക്ചർ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ലെക്ചറിൽ നമ്മൾ ഓൾറെഡി കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് നോക്കിയതിന് ശേഷം സ്വന്തമായിട്ട് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യണം. പിന്നെ ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഏകദേശം എല്ലാ കൺസെപ്റ്റ്സിലും അല്ലെങ്കിൽ എല്ലാ ടോപ്പിക്സിലും ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ലെവൽ 2 ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ 2 ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിലും കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് പോരാൻ പറ്റും. ഈ ഒരു ഓർഡർ നിങ്ങൾ നന്നായിട്ട് കീപ്പ് ചെയ്യണം. അതായത് ലെക്ചർ അറ്റൻഡ് ചെയ്യുക, അതേപോലെ NCERT വായിക്കുക, നോട്ട് വായിക്കുക, അതുപോലെ തന്നെ സോൾഡ് എക്സാമ്പിൾസ് നമ്മൾ ലെക്ചറിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യുക. പിന്നീട് ബേസിക് ലെവലിലുള്ള ലെവൽ 1 ക്വസ്റ്റ്യൻസ് ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ലെവൽ 2 ക്വസ്റ്റ്യനിലേക്ക് പോവുക. അതേസമയത്ത് നേരെ ലെക്ചർ കേട്ടിട്ട് ലെവൽ 2 ക്വസ്റ്റ്യൻ ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ നമ്മളെ കോൺഫിഡൻസ് അത് ഡൗൺ ആയി പോകും. അപ്പോൾ അത് ചെയ്യരുത്. ഇനി അതല്ല നിങ്ങൾക്ക് ധൈര്യം അല്ലെങ്കിൽ ധൈര്യം മീൻസ് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. ഓക്കെ, തിയറി നിങ്ങളുടേത് സ്ട്രോങ് ആണെങ്കിൽ. ഇനി അതിൻ്റെ ശേഷം റിവിഷനാണ് അല്ലേ. അപ്പോൾ റിവിഷന് വേണ്ടിയിട്ട് മറ്റു മെറ്റീരിയൽ ഉപയോഗിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നിങ്ങൾ ഏത് ബുക്കിൽ നിന്നാണോ പഠിച്ചത് ആ ബുക്ക് തന്നെ റിവിഷൻ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഒരു കൺസെപ്റ്റ് മനസ്സിലാവാത്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു ബുക്കിൽ നിന്ന് നോക്കിയാൽ ചിലപ്പോൾ അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ആസ്പെക്റ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അത് കൂടുതൽ മനസ്സിലാവാനുള്ളൊരു സാധ്യത ഉണ്ട്. അതേസമയത്ത് റിവിഷൻ ആവുമ്പം നമ്മൾ ചെയ്തത് തന്നെ വീണ്ടും റിവൈസ് ചെയ്യുന്നതാണ് നല്ലത്. അത് നമ്മളെ മെമ്മറിയിൽ കൂടുതൽ അത് ഇംപ്രിൻ്റ് ആവാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുകയുള്ളൂ. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഏത് ബുക്കാണോ, NCERT ആണോ അല്ലെങ്കിൽ നമ്മുടെ ലെക്ചർ നോട്ടാണോ അതല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ബുക്ക് ഏതാണോ ആ ബുക്ക് തന്നെയാണ് റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി എക്സാംസ് ആണ്. എക്സാംസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീക്കിലി നടത്തുന്നുണ്ട്. എല്ലാ വീക്കിലും ജൂലൈ 1 മുതൽ ഞാൻ അതിൻ്റെ ഷെഡ്യൂൾ ഓൾറെഡി തന്നു കഴിഞ്ഞു. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. അത് പൂർണ്ണമായിട്ടും നമ്മുടെ സിലബസിൻ്റെ അവസാനം വരെ ഫുൾ ടെസ്റ്റ് നമ്മൾ നടത്തും, എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ അതിന് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ അനാലിസിസും നമുക്ക് നടത്താം. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെവൽ 2 ക്വസ്റ്റ്യൻസ് ഉള്ള ബുക്സ് ഇനോർഗാനിക് കെമിസ്ട്രിക്കും അതുപോലെ ഓർഗാനിക് കെമിസ്ട്രിക്കും അവൈലബിൾ ആണ്. ഇനോർഗാനിക് കെമിസ്ട്രിക്ക് VK ജയ്സ്വാളിൻ്റെ ബുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ MS ചൗഹാൻ്റെ പ്രോബ്ലംസ് ഇൻ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ബുക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊക്കെ ഞാനൊരു സജഷനായി പറയുന്നുണ്ട് എന്ന് മാത്രം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബുക്കാണോ ആ ബുക്ക് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അത് ടോപ്പിക് വൈസ് ലെവൽ 1 ചെയ്തതിൻ്റെ ശേഷം ലെവൽ 2 പോവുക എന്നുള്ളതാണ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച്. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. തിയറിക്ക് വേണ്ടിയിട്ട് നമ്മുടെ നോട്ടും NCERTയും അല്ലാതെ വേറൊരു ബുക്ക് നിങ്ങൾ ഉപയോഗിക്കേണ്ട
ആവശ്യം ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി നിങ്ങൾക്ക് കൂടുതൽ കൺസെപ്റ്റ്സ് ക്ലിയർ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, മറ്റു ബുക്സ് ഫോളോ ചെയ്യാവുന്നതാണ്. ഒ പി ടണ്ടൻ പോലെയുള്ള അല്ലെങ്കിൽ ആർ കെ ഗുപ്ത പോലെയുള്ള ബുക്സ് ഫോളോ ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, തിയറി പഠിച്ച് വീണ്ടും തിയറി പഠിച്ച് വീണ്ടും തിയറി പഠിച്ച് ഒരുപാട് തിയറി തന്നെ പഠിച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള സമയം കൂടി അത് എന്താ പറയുക കവർ ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. അതായത് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള സമയം കൂടി തിയറി പഠിക്കാൻ ഇരുന്നിട്ട് പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സമയമില്ലാത്തൊരവസ്ഥ വരരുത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് റിസോഴ്സസിനെ കുറിച്ചും മെറ്റീരിയൽസിനെ കുറിച്ചും എനിക്ക് പറയാനുള്ളത്. ഫിസിക്സിൻ്റെ പാർട്ടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.